വെൽക്കം ടു ബിന്ദു ചിതിര. ഇന്നത്തെ വീഡിയോയിൽ ബ്രഹ്മമുഹൂർത്ത വിളക്കും അതുപോലെ രാവിലത്തെ മഹാലക്ഷ്മിക്കുള്ള ഉപ്പുദീപവും അങ്ങനെയുള്ള കാര്യങ്ങളാണ് കാണിക്കുന്നത്. നിങ്ങൾക്കെല്ലാവരും അറിയാൻ പറ്റും, ബ്രഹ്മമുഹൂർത്ത വിളക്ക് ഇപ്പോൾ കൂടുതലായിട്ട് നമുക്ക് കേൾക്കുന്നതാണല്ലോ. അതായത് ബ്രഹ്മമുഹൂർത്തത്തിൽ വിളക്ക് കൊളുത്തി 48 ദിവസം അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്താൽ, നമ്മളുടെ ഒരു പ്രാർത്ഥനയോടുകൂടെ ചെയ്യുകയാണെങ്കിൽ അതിന് ഫലം കിട്ടും എന്നുള്ളതാണല്ലോ നമ്മൾക്ക് അറിയാൻ കഴിയുന്നത് പലരിൽ നിന്നും. അപ്പം ഞാനത് ഈ ദീപാവലിക്ക് സ്റ്റാർട്ട് ചെയ്ത്, അത് ഇന്നലെ തുടങ്ങി ദീപാവലിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് അത് 48 ദിവസം കണ്ടിന്യൂ ചെയ്യണം എന്നാണ് എൻ്റെ ഒരു പ്രാർത്ഥന. അതിനായിട്ട് രാവിലെ നേരത്തെ 4 മണിക്ക് മുന്നേ തന്നെ എഴുന്നേൽക്കും. അതായത് 5:12 വിളക്ക് കൊളുത്തണം എന്നാണ് പറയുന്നത്. ബ്രഹ്മമുഹൂർത്തം ആ സമയം വരെയാണ്. അപ്പോൾ അതിനായിട്ട് ബ്രഹ്മമുഹൂർത്ത വിളക്ക് എന്ന് വെച്ചാൽ 5 ദീപമാണ്, 5 മൺചിരാതാണ് കത്തിക്കുന്നത്. അപ്പോൾ ആ തളികയിൽ 5 മൺചിരാത് വെച്ച് നമ്മളുടെ കയ്യിലുള്ള പൂക്കളൊക്കെ ഇട്ടിട്ട് നല്ലെണ്ണയോ അല്ലെങ്കിൽ നെയ്യ് ദീപമോ, അത് നെയ്യോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാൻ നല്ലെണ്ണയാണ് ഇവിടെ ഒഴിക്കുന്നത്. അങ്ങനെ 5 ദീപം കൊളുത്തി നമ്മൾക്ക് 5 കാര്യങ്ങൾ പ്രാർത്ഥിക്കാം എന്നാണ് പറയുന്നത്. ചിലർ ഒരു കാര്യമായിരിക്കും, ചിലർ 5 കാര്യങ്ങൾ പ്രാർത്ഥനയോടെ ഈ വിളക്ക് കൊളുത്താം. അത് 48 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം. അതിലിടയ്ക്ക് നമുക്ക് മുടങ്ങിപ്പോയാലും കുഴപ്പമില്ല. അത് വിട്ടിട്ട് ബാക്കിയുള്ളത് 48 ദിവസത്തേക്ക് കംപ്ലീറ്റ് ചെയ്താൽ മതി. തലേ ദിവസം തന്നെ വീടെല്ലാം വൃത്തിയാക്കി വെച്ചിട്ടുണ്ടാവും. അതല്ലെങ്കിൽ നമുക്ക് രാവിലെ എഴുന്നേറ്റാൽ എല്ലാം കൂടെ വീട് വൃത്തിയാക്കലും എല്ലാം കൂടെ നമുക്ക് സമയം കിട്ടില്ല. അതുകൊണ്ട് തന്നെ തലേ ദിവസം തന്നെ ക്ലീൻ ചെയ്തിടുകയല്ല. പിന്നെ വെള്ളിയാഴ്ച ആയതുകൊണ്ടാണ് മഹാലക്ഷ്മിക്ക് ഉപ്പുദീപം കൊളുത്തുന്നത്. അപ്പോൾ അതിനും എല്ലാം നമ്മൾ തലേ ദിവസം തന്നെ വിളക്കും കാര്യങ്ങളെല്ലാം സെറ്റാക്കി വെക്കുകയാണെങ്കിൽ അത്രയും സമയം ലാഭിക്കാം. കാരണം നമുക്ക് ഇത് കഴിഞ്ഞിട്ട് അടുക്കളയിൽ കുക്കിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ജോലിക്ക് പോകുന്നവരാണെങ്കിൽ ആ കാര്യങ്ങളും. അപ്പോൾ അതെല്ലാം നമ്മളൊന്ന് പ്ലാൻ ചെയ്ത് തന്നെ ചെയ്യണം. പിന്നെ ഈ ബ്രഹ്മമുഹൂർത്ത വിളക്ക് കൊളുത്തുന്നതുകൊണ്ട് ഉള്ള വേറൊരു ഗുണം എന്ന് പറഞ്ഞാൽ നമ്മൾ അത് രാവിലെ നേരത്തെ എഴുന്നേൽക്കും. നേരത്തെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ തന്നെ ബാക്കി ജോലികളും അടുക്കള ജോലികളും മറ്റുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഓരോന്നായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെയ്യുമല്ലോ. അപ്പോൾ വേഗം പണികളെല്ലാം തീർക്കും. അത് തന്നെ നമുക്കൊരു വളരെ പോസിറ്റിവിറ്റി അല്ലേ. ഒരു ദിവസം തുടങ്ങുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു വിളക്ക് കൊളുത്തി പിന്നെ ഓരോ പണികളും വേഗം തീർത്ത് പോകുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി നമുക്കൊരു ആ വീടിന് തന്നെ ഒരു പോസിറ്റീവ് എനർജി കൈവരും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ദാമോദര മാസം ആയതുകൊണ്ട് തന്നെ ഭഗവാന് നെയ്ദീപ ആരതിയും ചെയ്യാറുണ്ട്. അപ്പോൾ അത് 3ഉമാണ് ഇന്നത്തെ രാവിലത്തെ പ്രധാന പൂജ. ബ്രഹ്മമുഹൂർത്തത്തിലൊക്കെ എഴുന്നേറ്റ് വിളക്ക് കൊളുത്താറുള്ള ആൾ തന്നെയാണ് ഞാനെങ്കിലും ബ്രഹ്മമുഹൂർത്ത ദീപം ആയിട്ട് തുടങ്ങുന്നത് ആദ്യമായിട്ടാണ്. വിളക്ക് കൊളുത്തിൽ കഴിഞ്ഞാൽ പിന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യലാണ് അടുക്കളയിൽ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് പുട്ടും വെള്ളക്കടലക്കറിയുമാണ്. പിന്നെ കുറച്ച് നാടൻ അച്ചിങ്ങപ്പയർ കിട്ടിയിരുന്നു. അപ്പോൾ അതുകൊണ്ടുള്ളൊരു മെഴുക്ക് വരട്ടിയും കൂടെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അതായത് സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഉള്ളിയും കൊച്ചുള്ളിയും പച്ചമുളകും വെളുത്തുള്ളി എല്ലാം കൂടെ ചതച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് അതിലേക്ക് ഈ ചതച്ച ഉള്ളിയും എല്ലാം കൂടെ മൂപ്പിച്ചിട്ട് പിന്നെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചതച്ച മുളക് വേണ്ടി അതും കൂടി ഇട്ട് ഒന്ന് വഴന്ന് വരുമ്പം അതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ അച്ചിങ്ങാപ്പയറും കൂടെ ഇട്ട് ആവശ്യത്തിന് ഉപ്പും ഇട്ട് ചേർത്ത് ഇളക്കി ലോ ഫ്ലെയിമിലിട്ട് മൂടി വെച്ച് വേവിക്കുക. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. അതിൽ പ്രത്യേകിച്ച് വേറെ വെള്ളം ചേർക്കേണ്ട കാര്യമില്ല. ഇടയ്ക്ക് ഇളക്കി കൊടുക്കുക. ആവശ്യമെങ്കിൽ വീണ്ടും വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. കറിവേപ്പില. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.